പ്രവചനം യശയ്യാവ് 60:17. ഞാൻ താമ്രത്തിന് പകരം പൊന്നും ഇരുമ്പിന് പകരം വെള്ളിയും വരുത്തും. മരത്തിന് പകരം താമ്രവും കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിന്റെ ദേശാധിപതിയായും നീതിയെ നിന്റെ ഭരണാധിപതിയായും ആക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങൾ ദൈവാത്മാവ് കേൾപ്പിച്ചൊരു പ്രവചന ശബ്ദത്തെയാണ് ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. യശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിച്ച് ധ്യാനിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ തിരിവുകളെ പരിശുദ്ധാത്മാവ് ഇത് കൊണ്ടുവരുമെന്ന് ഞാൻ ഈ പകൽക്കാലം ആത്മാവിൽ ദൈവസഭയോട് കൈമാറുകയാണ്. ആമേൻ. സ്തോത്രം. പറ്റുമെങ്കിൽ നിങ്ങൾ യശയ്യാ പ്രവചനം 1 മുതൽ 60-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് നിങ്ങൾ വായിക്കണം. വായിക്കുക മാത്രമല്ല, വായിക്കുന്നതോടൊപ്പം അത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എഴുതിയൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പ്രവചന ഭാഗങ്ങളെ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്യും. വളരെ സന്തോഷത്തോടെ ഞാൻ മറ്റൊരു ഉദാഹരണം എടുക്കണ്ട. നമ്മുടെ മധ്യത്തിലിരിക്കുന്ന ജോഷി പാസ്റ്റർ, അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്ന ചില വചനഭാഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം. എഴുതി വെക്കൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴും അത് കൂടെ കൊണ്ടുപോയി എഴുതിയ പേപ്പർ കൂടെ കൊണ്ടുപോയി നടക്കുന്ന അനുഭവങ്ങളുണ്ട്. അതിന്റെ വലിയ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളെ കർത്താവിന്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിനായിട്ട് സ്തോത്രം ചെയ്യും. കാരണം ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്കത് ബലമാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ആ വചനം നമ്മളോട് ശക്തമായിട്ട് സംസാരിക്കും. വചനത്തിന്റെ ലോഗോസ് ആയിട്ട് അതേ വചനം നമ്മളോട് ഇടപെടും. അപ്പോൾ തന്നെ നമ്മളോട് എല്ലാ വചനം നമ്മളോട് സംസാരിക്കുന്നില്ല. എല്ലാ വചനവും നമ്മളോട് എല്ലായ്പ്പോഴും സംസാരിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക വചനങ്ങൾ, നമുക്ക് വേണ്ടിയുള്ള ചില വചനങ്ങൾ, ഹല്ലേലൂയ, അത് രേമയായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കുക. സ്തോത്രം. നമ്മൾ അതിനെ നമ്മുടെ കയ്യിലേറ്റ് നടക്കുമെങ്കിൽ അത് വലിയ ദൈവ പ്രവർത്തികളെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അത് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പാണ്. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണത്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് അങ്ങനെ ചില വചനങ്ങളെ നിങ്ങളോട് സംസാരിക്കുകയും അങ്ങനെ ചില സാക്ഷ്യങ്ങളെ നിങ്ങളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം വായിച്ചത് 60:17. ഞാൻ താമ്രത്തിന് പകരം പൊന്നും ഇരുമ്പിന് പകരം വെള്ളിയും വരുത്തും. താമ്രത്തിന് പകരം പൊന്നും ഇരുമ്പിന് പകരം വെള്ളിയും വരുത്തും. സ്തോത്രം. മരത്തിന് പകരം താമ്രവും കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിന്റെ ദേശാധിപതിയായും നീതിയെ നിന്റെ ഭരണാധിപതിയായും ആക്കും. സ്തോത്രം. സ്തോത്രം. ശക്തമായ ഒരു വാഗ്ദത്തമാണ് യശയ്യാ പ്രവാചകനിലൂടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ദൈവം റീപ്ലേസ് ചെയ്യുന്ന ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ ദൈവം റീപ്ലേസ് ചെയ്യുന്ന ദൈവമാണ്. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ, ശത്രു കവർന്നെടുത്തോ, ശത്രു കൊണ്ടുപോയോ, ഇല്ലാതാക്കാൻ ശ്രമിച്ചോ, അതിനെയെല്ലാം റീപ്ലേസ് ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. ഈ പകൽക്കാലം നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ആ റീപ്ലേസ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അല്ല, നിനക്കുള്ളതൊക്കെ ഞാൻ എടുത്തു കളയുമെന്ന് പറഞ്ഞ് ഒരു വശത്ത് ശത്രു വെല്ലുവിളിക്കുമ്പോൾ, സ്തോത്രം, ഹാലേലുയ, ശക്തനായ ഇയ്യോബ് പറഞ്ഞു, സ്തോത്രം, ഹാലേലുയ, ഹാലേലുയ, ഇല്ല, ഹാലേലുയ, ആ എടുത്ത ദൈവത്തിന് തിരിച്ചു കഴിയുമെന്നുള്ള ആഴമേറെ വിശ്വാസത്താൽ സകലതും തനിക്ക് പ്രതികൂലമായപ്പോൾ ഇയ്യോബ് അവിശ്വാസത്തെ മാത്രം മുറുകെ പിടിച്ച് നിന്നപ്പോൾ, സ്തോത്രം, അവനുള്ള സകലത്തെയും തിരിച്ചു കൊടുത്തൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. ഈ പകൽക്കാലം തിരുവചന സത്യം നമ്മളോട് വിളിച്ചു പറയുന്നെങ്കിൽ കർത്താവ് പറയാ, സ്തോത്രം, നിനക്ക് പോയതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, അതിലും ശ്രേഷ്ഠമായത് ഞാൻ നിനക്ക് നൽകി തരും. സ്തോത്രം. ഹാലേലൂയ. ഇവിടെ പറയാ, സ്തോത്രം, നോക്കിയേ, സ്തോത്രം, താമ്രത്തിന് പകരം പൊന്ന്, ഇരുമ്പിന് പകരം വെള്ളി, സ്തോത്രം, മരത്തിന് പകരം, സ്തോത്രം, താമ്രം, കല്ലിന് പകരം ഇരുമ്പ്. സ്തോത്രം. അതായത് നമ്മുടെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങൾ, വേദനകൾ, പരാജയങ്ങൾ, അടഞ്ഞ വാതിലുകൾ, സ്തോത്രം, പലപ്പോഴും പല വാതിൽ നമുക്ക് മുമ്പിൽ ഒരു കാരണവും കൂടാതെ അടഞ്ഞിട്ടില്ലേ ദൈവമക്കളെ? സ്തോത്രം. ഭയപ്പെടുന്ന പല സാഹചര്യങ്ങൾക്കുള്ളിൽ നമ്മൾ ട്രാപ്പായി പെട്ടുപോയിട്ടില്ലേ? പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ഈ പകൽക്കാലം അതിന്റെ എല്ലാം മധ്യത്തിൽ അവസാന വാക്കെന്ന് പറയുന്നത് കർത്താവിന്റെ വാക്കാണ്. സ്തോത്രം. ദൈവം പറയാം, ഞാൻ അതിനെ നിങ്ങൾക്ക് മടക്കി തരും. സ്തോത്രം. താമ്രം എന്ന് പറയുമ്പോൾ ആഴത്തിൽ, ആ വചനത്തിന്റെ ആഴത്തിലോട്ട് നമുക്ക് അതിനെ കടന്നു പോകാൻ പരിശുദ്ധാത്മാവ്
സഹായിക്കട്ടെ. താമ്രത്തിൽ നിന്ന് പൊന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണമായ അവസ്ഥയിൽ നിന്ന് ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റത്തെ പരിശുദ്ധാത്മാവ് ഇവിടെ കാണിക്കുന്നത്. താമ്രത്തിന് നമുക്കറിയാം, താമ്രത്തിന് വിലയുണ്ട്, സ്തോത്രം, ഹാലേലൂയ. എന്നാൽ പൊന്നിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? പൊന്ന് തന്നെയാ വലുത്, സ്തോത്രം. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും, ഇത് മതി, ഇതൊക്കെ മതി, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യത്തിൽ ദൈവം പറയുക, നീ അങ്ങനെ തൃപ്തിപ്പെടുവാൻ, നീ അങ്ങനെ സമാധാനിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പകരം ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഞാൻ ചെയ്യാൻ പോകുന്നത്, സ്തോത്രം. യോസെഫിന്റെ ലൈഫ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് അനർത്ഥങ്ങൾ താൻ കണ്ട ആ വാഗ്ദത്തത്തിന് അല്ലെങ്കിൽ വാഗ്ദത്ത സ്വപ്നത്തിന് ശേഷം ഒരുപാട് അനർത്ഥങ്ങളിലൂടെ യോസേഫ് ഹല്ലേലൂയ ഇങ്ങനെ കടന്നു പോകാൻ ഇടയായിത്തീർന്നു. കുഴിയിലോട്ട് വീണ്, സഹോദരന്മാർ ഉപേക്ഷിച്ചു, ഹല്ലേലൂയ അടിമയായിട്ട് വിട്ടു, വ്യാജമായിട്ട് താൻ കുറ്റം ആരോപിക്കപ്പെട്ടു, ജയിലിലാക്കപ്പെട്ടു. വൺ ബൈ വൺ ഓരോ അനർത്ഥങ്ങൾ കടന്നു പോകുന്നു. പക്ഷെ അവിടെ അവന്റെ കഥ അവസാനിച്ചില്ല. അവന്റെ ജീവിതത്തിന്റെ എക്സ്പയറി ഡേറ്റ് പറയുവാനായിട്ട് ആ വാഗ്ദത്തം അവിടെ അവശേഷിച്ചിരിക്കും. ഈ പകൽക്കാലം ദൈവാത്മാവിനെ ഓർപ്പിക്കട്ടെ, പലതും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചെന്ന് തോന്നാം. പക്ഷേ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചിട്ടില്ല കേട്ടോ. ദൈവം നിങ്ങളെ നോക്കി പറഞ്ഞ വാഗ്ദത്തത്തിന് അതിന് എക്സ്പയറി ഡേറ്റ് പറയേണ്ടത് സ്വർഗത്തിലെ ദൈവമാ, സ്തോത്രം. കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്കും അടിമത്തത്തിൽ നിന്ന് അധികാരത്തിലോട്ടും നിരസിക്കപ്പെട്ടവരിൽ നിന്നും വലിയൊരു ഭരണാധികാരിയിലേക്കുമുള്ള യോസേഫിന്റെ മാറ്റം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്കുള്ള എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത് പിശാചല്ല, ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത്, അതിന് അവസാന വാക്ക് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 50:20 ഇങ്ങനെ പറയുന്നത്, യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ നന്മയായി വിചാരിച്ചു. ഈ പകൽക്കാലം പറയണം, പിശാചേ, നീ എനിക്കെതിരെ എത്ര ദോഷം വിചാരിച്ചാലും, നീ എനിക്കെതിരെ എത്ര പദ്ധതികൾ പ്ലാൻ ചെയ്താലും അതിനെ നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റുമുള്ളവരെല്ലാം ദോഷം വിചാരിച്ചു, സ്തോത്രം. അവന്റെ കാര്യം തീർന്നു. ഇനി അവൻ മുന്നോട്ട് യാത്രയില്ല. അവൻ ആ കുഴി കിടക്കത്തുള്ളൂ, അവൻ ആ അടിമത്തിൽ കിടക്കത്തുള്ളൂ. അവൻ പൊങ്ങി വരത്തില്ല. പക്ഷേ ദൈവമോ നന്മയ്ക്കായി വിചാരിക്കും. നമ്മളെ കുറിച്ച് നന്മയ്ക്കായി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പകൽക്കാലം ചിന്തിക്കണം. മറ്റുള്ളവരെല്ലാരും നമ്മൾക്കെതിരെ തിന്മയ്ക്കായി വിചാരിച്ചോട്ടെ, ആരും കൂടെ ഇല്ലാതായിക്കോട്ടെ, പക്ഷെ നന്മയ്ക്കായി വിചാരിക്കുന്ന ഒരു ദൈവം ഈ പകൽക്കാലം ഇതിലിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ കുറിച്ച് നന്മയ്ക്കായി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, സ്തോത്രം. നിന്റെ കുടുംബത്തെ കുറിച്ച്, സാഹചര്യങ്ങളെ കുറിച്ച്, തലമുറകളെ കുറിച്ച് നന്മയ്ക്കായി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദോഷത്താൽ മനുഷ്യൻ അല്ലെങ്കിൽ പിശാച് എന്ത് ഉപയോഗിച്ചോ ആ റൂട്ടിനെ തന്നെ നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവം, ആ ജീവിതത്തെ തന്നെ നന്മയ്ക്കായി മാറ്റുന്ന ദൈവം. ശത്രുവിന്റെ ഉദ്ദേശം അവസാന വാക്കല്ല, ദൈവത്തിന്റെ ഉദ്ദേശമാണ് അവസാന വാക്ക്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തെ പോയിന്റ്, ഇരുമ്പിനെ വെള്ളിയാക്കി മാറ്റുന്ന ദൈവം. ഇരുമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വളരെ കഠിനമായ ഒരു സാഹചര്യമാണ്, സ്തോത്രം. ചിലപ്പോൾ ജീവിതത്തിലെ ചില സീസണുകൾ ഇങ്ങനെയാ, സ്തോത്രം. പലവിധ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ട്, രോഗമായിട്ടും, സ്തോത്രം, എതിർപ്പുകളായിട്ടും, ഹല്ലേലൂയ, പ്രൊലോങ്ഡ് ആയിട്ടുള്ള വെയിറ്റിംഗ് സീസണുകളൊക്കെ നമുക്ക് ഇരുമ്പിന്റെ അനുഭവത്തെ കാണിക്കുന്നത്. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ പകൽക്കാലം ചിന്തിക്കണം, സ്തോത്രം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും കർത്താവെ, ആരെനിക്കൊരു വഴി കാണിച്ചു തരും എന്നൊക്കെയും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഓർത്തോണം, സ്തോത്രം. അതിനു മധ്യ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തില് ചെങ്കടൽ അവർക്ക് മുമ്പിൽ ഇതുപോലെ നിന്നു, ഒരു ഇരുമ്പ് പോലെ നിന്നൊരു സാഹചര്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, സ്തോത്രം. പിന്നിൽ ഫറവോൻ, സ്തോത്രം. മുമ്പിൽ ചെങ്കടൽ. എന്ത് ചെയ്യണമെന്നറിയാതെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ കഴിയത്തില്ല, മുന്നോട്ട് പുറകോട്ട് മാറാൻ കഴിയത്തില്ല. അതേ സാഹചര്യത്തിൽ നിന്നപ്പോൾ നോക്കിക്കേ, സ്തോത്രം, ഇവിടെ ഇനി വഴിയില്ല എന്ന് ശത്രു ഹല്ലേലൂയ ചെവിയിൽ നിന്ന് ഇസ്രായേൽ മക്കളോട് മന്ത്രിച്ച് കാണും, സ്തോത്രം. പക്ഷേ അവരെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞൊരു ദൈവശബ്ദമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വരുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ പ്രശ്നത്തെ നീക്കിയെന്ന് മാത്രമല്ല, അവരെവിടെ സ്റ്റക്കായി പോയോ ആ സ്ഥലത്തിലൂടെ തന്നെ കർത്താവ് അവർക്ക് വേണ്ടി വഴിയെ തുറന്നു, സ്തോത്രം. ആ പ്രശ്നത്തിന്റെ നടുവിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി വഴിയെ തുറന്നു. ഈ പകൽക്കാലം ആത്മാവ് ഞാൻ കൈമാറട്ടെ ദൈവമക്കൾ. ഏത് വിഷയത്തിനെ പറ്റി നമ്മൾ ഭാരപ്പെടുന്നുവോ ആ വിഷയം മാറ്റാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. അതിലൂടെ ഒരു വഴി, കർത്താവെ എനിക്ക് അതിലൂടെ ഒരു വഴി കാണിച്ചു തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി പ്രകൃത്യാതീതമായി പ്രവർത്തിക്കുന്ന
പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ശക്തി ആ വിഷയത്തിന്റെ മധ്യ ഇറങ്ങി അതിലൂടെ വഴി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്റ്റക്കുകളും നീങ്ങിപ്പോകട്ടെ, എല്ലാ പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ. ചില വഴികൾ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ജനത്തിനു വേണ്ടി തുറക്കട്ടെ. അടുത്ത പോയിന്റിലോട്ട് കടന്നു വരിക. മരത്തിനെ എന്താക്കി മാറ്റും? താമ്രമാക്കി മാറ്റും. മരത്തിനെ താമ്രമാക്കി മാറ്റുന്ന ദൈവം. അതായത് മരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ വീട് പണിയാൻ അധികമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം മരം എന്ന് പറയുന്നത്, സ്തോത്രം. പക്ഷെ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, സ്തോത്രം. അത് വീക്കാണ്, സ്തോത്രം. അധികകാലം നിൽക്കത്തില്ല. മരത്തെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം താമ്രം തന്നെയാണ് കേട്ടോ, സ്തോത്രം. ബലഹീനതയിൽ നിന്ന് ശക്തിയിലോട്ട് മാറ്റുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്, കർത്താവെ എനിക്ക് കഴിവില്ല, സ്തോത്രം, എനിക്ക് അതിനുള്ള ശക്തിയില്ല, കർത്താവെ ഇത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല, ഇത് ചെയ്യാനുള്ള മാനസിക ശേഷി എനിക്കില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന മേഖലകളിൽ ഞാൻ ദുർബലമാ, കർത്താവെ ഞാൻ വീക്കാ എന്ന് പറയുന്ന മേഖലകളിൽ ഈ പകൽക്കാലം ദൈവാത്മാവിൽ ഓർക്കട്ടെ, ഏത് മേഖലയിൽ നിങ്ങൾ വീക്കാന്ന് പറയുന്നുവോ, നിങ്ങൾ ബലഹീനമാണെന്ന് തോന്നുന്നുവോ, അതിനെ ഉപയോഗിച്ച്, ആ മേഖല ഉപയോഗിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തി അതിനെ ഏറ്റവും ശക്തമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴേ ശക്തനാകുന്നു. എന്തുകൊണ്ടാ? തന്നെ കർത്താവ് ഉപയോഗിച്ചുമ്പോൾ തന്റെ ബലഹീനതയിൽ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ, സ്തോത്ര, ബലഹീനതയല്ല അവിടെ മാനിഫെസ്റ്റ് ചെയ്തത്, ദൈവത്തിന്റെ ശക്തി അവിടെ മാനിഫെസ്റ്റ് ചെയ്തത്. ദാവീദിന്റെ ലൈഫ് പഠിക്കുമ്പോൾ, സ്തോത്രം, ഹാലയിൽ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് വലിയ അഭ്യാസ മുറയെല്ലാം പഠിച്ച് ആയുധധാരിയായി വന്ന് നിൽക്കുമ്പോൾ ദാവീദിന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നു? ഒരു കവണയും 5 കല്ലുകളും, സ്തോത്രം. പക്ഷെ അവിടെ വെളിപ്പെട്ടത് എന്താ? ആ ദൈവത്തിന്റെ ശക്തിയെ ദാവീദിന് അവരുടെ മുമ്പിൽ ഏറ്റവും പ്രബലനാക്കി മാറ്റിയത്, ഏറ്റവും ശക്തിയരിവനാക്കി മാറ്റിയത്. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില യുദ്ധങ്ങൾ നമുക്ക് മുമ്പിൽ നാം ദുർബലരായി നമ്മൾ നിൽക്കുന്ന നമുക്ക് തോന്നിയാലും യുദ്ധം യഹോവയ്ക്കുള്ളത് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദാവീദിന്റെ ബലഹീനത തന്നെ ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരിടമാക്കി ദൈവം മാറ്റിയതുപോലെ നമ്മളുടെ സകല ബലഹീനതകളെ, ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങളായിരിക്കാം, അതിനെ തന്നെ ദൈവത്തിന്റെ ശക്തിയുടെ മാനിഫെസ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ആക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ, സ്തോത്രം. ഹാലയിൽ നമ്മുടെ ബലഹീനത ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ബലഹീനത എന്തുവായിക്കോട്ടെ, സ്തോത്രം, നമ്മെ ഏൽപ്പിച്ച ദൈവത്തിന് അതിലൂടെ ദൈവ പ്രവർത്തികളെ പുറപ്പെടുവിക്കുവാൻ, ദൈവം മഹത്വമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും കേട്ടോ, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത പോയിന്റിലോട്ട് പോവുക. കല്ലിനെ ഇരുമ്പാക്കി മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. കല്ലെന്ന് പറയുമ്പോൾ, സ്തോത്രം, ദൈവാത്മാവ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അവസാനിച്ചു എന്ന് തോന്നുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു വചനമായത്, തീർന്നു, അതിന് ഒരു എൻഡായി, അത് ഡൈ ആയി എന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്ന്, അതിൽ നിന്നൊരു പുതിയ ജീവിതത്തിലോട്ട്, ഒരു പുതിയ റിസോഴ്സിലോട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ സോഴ്സിലോട്ട് കർത്താവ് അതിനെ മാറ്റാൻ തക്കവണ്ണം ഇടയായി തീരും. സ്തോത്രം. ഇനി ഇത് മാറത്തില്ല, ഇതിന്റെ പരിപാടിയൊക്കെ തീർന്നു, ഇനി ഇതിനൊരു ചലനം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഈ ബന്ധം ഇനി ശരിയാകത്തില്ല, എന്റെ ഭാവിയുടെ അവസാനിച്ചു, സ്തോത്രം, ഈ വാതിൽ എനിക്ക് വേണ്ടി തുറക്കത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടോ? ഓർത്തോ, സ്തോത്രം, ഹല്ലേലൂയ. ആ സാഹചര്യം മാറാൻ പോവുക കേട്ടോ. കർത്താവ് അതിനെ റീപ്ലേസ് ചെയ്യാൻ പോകുക. ലാസറിന്റെ ലൈഫിനെ നമ്മൾ ഓർത്ത് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു, സ്തോത്രം, കല്ല് വെച്ച് അടച്ച് തീർന്നു, സ്തോത്രം, 4 ദിവസമായി നാറ്റം വമിച്ചു തുടങ്ങി. ഇനി അവിടെ ഒരു സാഹചര്യവും ഇല്ല. മറ്റുള്ളവർ നാറ്റം വമിക്കാന്ന് പറയുമ്പോൾ എന്താ, അവിടെ നിൽക്കുന്ന എല്ലാവരിലോട്ടും അതിന്റെ ആ ഒരു എന്താ പറയാ, ആ മണം എത്തി. അവരെല്ലാം പറയാൻ തുടങ്ങി, അവരെ വായിൽ സംസാരിക്കാൻ തുടങ്ങി, ഇനി ഒരു പ്രതീക്ഷയും ഇല്ല, സ്തോത്രം, ഇനി അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല, സ്തോത്രം. എന്നാൽ കർത്താവ് അവിടെ വന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞോളൂ, സ്തോത്രം, ഈ കല്ല് നീക്കുവിൻ, ഈ കല്ല് നീക്കുവിൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ കല്ല് ലാസറിനെയും, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തെയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കേണ്ട ദൈവമക്കളെ, ചില കല്ലുകളെ പരിശുദ്ധാത്മാവ് നീക്കും കേട്ടോ. നമ്മുടെ ലൈഫിൽ, സ്തോത്രം, മുന്നോട്ട് വിടാൻ കഴിയാതെ വേണം സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ചില കല്ലുകളെ പരിശുദ്ധാത്മാവ് നീക്കും. ഹാലയിൽ 4 ദിവസം മരിച്ചിരുന്ന ലാസർ പുറത്തു വന്നെങ്കിൽ, സ്തോത്രം, ആ കല്ലൊരു അവസാന വാക്കായിരുന്നില്ല, ആ കല്ലൊരു അവസാന വാക്കായിരുന്നില്ല. മരണമായി തോന്നിയത് ഒരു പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യമാക്കിയിട്ട്, വലിയൊരു സാക്ഷ്യമാക്കിയിട്ട് പരിശുദ്ധാത്മാവ് മാറ്റി കേട്ടോ. ഹാലയിൽ. അതുകൊണ്ട് ഈ പകൽക്കാലം ആത്മാവിൽ ഓർപ്പിക്കട്ടെ, സ്തോത്രം, കല്ലുകളെ കണ്ട് ഭയപ്പെടേണ്ട, തടസ്സങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. അതിനെ മാറ്റുവാൻ അധികാരമുള്ള ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കല്ലുകൾ സ്വതവേ മാറും കേട്ടോ. ഹല്ലേലൂയ.
ലറബ ശഗന ദിഗൽഖാന അസ്തജന ധുരബല ബലബ ശാന്തരെ ഹാലയിലെ ഫീസർക്കെഴുത ലേഖനം 6:16 പറയുന്നുണ്ട്. സ്തോത്ര, വിശ്വാസത്തിന്റെ പരിച എടുത്തുകൊള്ളുവിൻ, അതിനാൽ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുത്തുവാൻ കഴിയും. നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് വിശ്വാസത്തിന്റെ പരിച. വിശ്വാസത്തിന്റെ പരിച. ഒരു സ്പിരിച്വൽ ബാറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസത്തിന്റെ പരിചയ. നമ്മുടെ വിശ്വാസം ചോർന്നു പോയെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മളിൽ തികയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ദുഷ്ടന്റെ തീ അമ്പുകളെ ഒക്കെയും കെടുത്തുന്ന, അപ്പൊ ദുഷ്ടന്റെ തീയമ്പാണോ വലുത്, വിശ്വാസത്തിന്റെ പരിചയമാണോ വലുത്? വിശ്വാസത്തിന്റെ പരിചയ തന്നെയാ. സ്തോത്രം. എത്ര വലിയ അമ്പുകൾ പിശാച് നമ്മൾക്കെതിരെ എയ്തോട്ടെ, സ്തോത്രം, ഈ അമ്പിനേക്കാൾ ശക്തമാണ് നാം ഭരിക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് പറയുക, സ്തോത്രം, പലപ്പോഴും ഭയം നമ്മളെ ഭരിക്കുമ്പോഴാ വിശ്വാസം ചോർന്നു പോകുന്നത്. നെഗറ്റീവ് തിങ്സ് നമ്മുടെ ചെവിയിൽ അധികമായി കേൾക്കുമ്പോഴാ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന വിശ്വാസത്തിന്റെ തോത് കുറഞ്ഞു പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഒരു ഭയവും നിന്നെ ഭരിക്കത്തില്ല. വിശ്വാസത്തിന്റെ പരിചയം നീ എടുത്തുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഭയം നിന്നെ ഭരിക്കത്തില്ല. പിന്നെ ആരാ നിന്നെ ഭരിക്കേണ്ടത്? സ്തോത്രം. യെശയ്യാ 60:17 നാം വായിച്ചതിന്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് കടന്നു വരിക. ഞാൻ സമാധാനത്തിന് നിന്റെ ദേശാധിപതിയായും നീതിയെ നിന്റെ ഭരണാധിപതിയായും ആക്കും. സ്തോത്രം. വളരെ ശക്തമായ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. സ്തോത്രം. ശത്രു ആഗ്രഹിക്കുന്നത് ഭയം നിന്നെ ഭരിക്കണം, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനം നിന്നെ ഭരിക്കും. സ്തോത്രം. ശത്രു ആഗ്രഹിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾ നിന്നെ ഭരിക്കണം, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നീതി നിന്നെ ഭരിക്കും. സ്തോത്രം. സകല താമ്രത്തെ ഞാൻ എടുത്തു കളയും. സ്തോത്രം. ഇരുമ്പിന് പകരം ഞാൻ വെള്ളിയെ കൊണ്ടുവരും. സ്തോത്രം. മരത്തിന് പകരം ഞാൻ താമ്രത്തെ കൊണ്ടുവരും, കല്ലിന് പകരം ഇരുമ്പിനെ കൊണ്ടുവരും. യോസെഫിന്റെ, ദാവീദിന്റെയും എസ്തേറിന്റെയും ഇയ്യോബിന്റെ ഒക്കെ ലൈഫ്, അല്ലെ രൂത്തിന്റെയും പത്രോസിന്റെ ഒക്കെ ലൈഫ് നാം പഠിക്കുമ്പോൾ, സ്തോത്രം, അവർക്ക് സംഭവിച്ച മോശം കാര്യങ്ങൾക്ക് അവരുടെ ഭാവിയുടെ മേൽ അവസാന വാക്കായിരുന്നില്ല ദൈവമക്കളെ. സ്തോത്രം. മറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ അവസാന വാക്കായിട്ട് മാറി. ഈ പകൽക്കാലം എന്റെ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. സ്തോത്രം. ഈ പകൽക്കാല വിശ്വാസത നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ ദൈവം എന്റെ മേൽ പറഞ്ഞ വാഗ്ദത്തങ്ങളായിരിക്കും എന്റെ ലൈഫിന്റെ അവസാന വാക്ക്. അതിനെതിരെ ശത്രു എത്ര എനിക്കെതിരെ പ്രവർത്തിച്ചാലും, ഭയം എത്ര നേരെ എന്നെ കുഴപ്പത്തിലാക്കാൻ, ട്രാപ്പിലാക്കാൻ ശ്രമിച്ചാലും, സമാധാനം എന്നെ ഭരിക്കും, നീതി എന്നെ ഭരിക്കും. നീതി എന്റെ ഭവനത്തിൽ വാഴും, സമാധാനം എന്റെ ഭവനത്തിൽ വാഴും. സ്തോത്രം. ഞാൻ ഇപ്പോൾ കാണുന്നത് അവസാനമല്ല. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വലിയ മാറ്റമാണ് എന്റെ സാക്ഷ്യം. ആ മാറ്റത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. നമ്മുടെ ഭവനങ്ങൾ അതിനായിട്ട് പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ കരം പിടിച്ചു കയറ്റട്ടെ. വലിയ സാക്ഷ്യങ്ങളെ, വലിയ പ്രസ്താവനകളെ, അത് സമാധാനത്തിന്റെ സാക്ഷ്യങ്ങളെ പറയുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. God bless you all.